നിലവിളിയുടെ മുമ്പിൽ സൂര്യനെ സൃഷ്ടിച്ച, അഖിലാണ്ട സരാസരങ്ങളെ സൃഷ്ടിച്ച, എന്നെയും നിന്നെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിനെ ഈ കുരുട് മനുഷ്യൻ പിടിച്ചു നിർത്തി. ഹല്ലേലൂയ. ഇവൻ പിടിച്ചത് സൂര്യനെയല്ല, ചന്ദ്രനെയല്ല, സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ അവൻ പിടിച്ചു നിർത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചിലതിനെയൊക്കെ ദൈവം പിടിച്ചു നിർത്തും. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചിലതിനെല്ലാം ദൈവം തൊടും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ ചെയ്തെടുക്കും കേട്ടോ. ഇന്ന് പകൽ സമയം ദൈവകരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് വേണ്ടി എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്. ദൈവത്തോട് നീ പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ വേദന കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആരും കണ്ടില്ലെങ്കിലും നിന്റെ കരച്ചിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. വെളിയിൽ നീ ചിരിച്ചുകൊണ്ടാണെങ്കിലും നിന്റെ അകത്തൊരു കണ്ണുനീരുണ്ട് അല്ലെ. ഹല്ലേലൂയ. സ്തോത്രം. വെളിയിൽ നടക്കുന്നത് പോലെ അല്ല നിന്റെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഹല്ലേലൂയ. പലരും കാണപ്പെടും നീ ചിരിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ മറന്നു കിടക്കുന്ന ഒരു വേദനയുടെ കൂമ്പാരമുണ്ട്. യേശു അത് കണ്ടുകൊണ്ടാ പറയുന്നത്, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ബലവ ശന്തര ബലബലി ബലവ നിന്റെ മാറോട് അടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ നിന്നെ കൈവിട്ടാൽ, ഹല്ലേലൂയ, ജനങ്ങൾ നിന്നെ കൈവിട്ടാൽ, സ്വന്തങ്ങളും ബന്ധങ്ങളും അപ്പനും അമ്മയിൽ നിന്നെ കൈവിട്ടാൽ നിന്നെ ചേർത്തടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ബലവ ശതര ഭക്തര ഭക്തരവ ആ യേശുവിനെ നീ പിടിച്ചു കൊള്ളണം കേട്ടോ. യേശുവിനെ മുറുകെ പിടിച്ച ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, തക്ക സമയത്ത് അവൻ ഉയർത്തും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് താന്നു പോയെന്ന് പോലെ തോന്നും കേട്ടോ. അല്ലെ, നമ്മൾ ഒന്നുമില്ലാത്തതുപോലെ തോന്നും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ശക്തിയുള്ള കരങ്ങളിൽ താഴ്ന്നിരിപ്പേ. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ കൈ എപ്പോഴും താഴ്ന്നായിരിക്കുന്നത്. അവൻ താഴ്മയുള്ളവനാ. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മളെല്ലാം ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ കൈ ഇങ്ങനെ പൊങ്ങിയിരുന്ന ആ കയ്യിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ കയറ്റുവാൻ വേണ്ടി ദൈവം തന്റെ കരങ്ങളെ എപ്പോഴും താഴ്മയിലാണ് വെച്ചിരിക്കുന്നത്. ഏത് സമയത്തും താഴ്മയുള്ള ഒരു വ്യക്തിക്ക് ഈ കരങ്ങളിലേക്ക് കടന്നു പോകാം. ഹല്ലേലൂയ സ്തോത്രം. കടന്നുപോയെന്നും പറഞ്ഞ് ജനങ്ങൾ നിന്നെ പരിഹസിക്കും. ഇവൻ പോയി ഈ താഴ്ന്ന കരത്തിലാണ് കയറിയിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ജനമേ, ഒരു ദിവസമുണ്ട് കേട്ടോ. ആ ദിവസം ഈ കരം ഉയർത്തപ്പെടും. ഹല്ലേലൂയ. ആ ദിവസം കരം ഉയർത്തപ്പെടും. അന്ന് ആരും നിന്നെ തൊടാൻ പറ്റത്തില്ല, ആർക്കും നിന്റെ കൂടെ വരാൻ പറ്റത്തില്ല, ആരും നിന്നെ പിടിക്കാൻ പറ്റത്തില്ല. ദൈവം തക്ക സമയത്ത് ഈ കരത്തെ ഉയർത്തും. ഈ കരം എന്നും നിന്നെ താഴ്ന്നെടുത്തിൽ വെക്കുകയില്ല. ഒരു ദിവസം ദൈവം നിന്നെ ഉയർത്തും. നോഹ ഹല്ലേലൂയ കരയിലിരുന്ന് ഹല്ലേലൂയ പെട്ടകം പണിയുക. നോഹയുടെ പെട്ടകം ഹല്ലേലൂയ പണിതുകൊണ്ട് ജനങ്ങളെല്ലാം ഒന്ന് കളിയാക്കി. മഴയില്ലാത്ത കാലം, മഴ അതുവരെ ലോകത്തിന് പെയ്തിട്ടില്ല. ഹല്ലേലൂയ. അപ്പോഴാണ് നോഹ പറയുന്നത് മഴ വരാൻ പോകുന്നത്. അതും കരയിലിരുന്ന് കപ്പലുണ്ടാക്കിയ, കടലിൽ പോയി കപ്പലുണ്ടാക്കിയാൽ പിന്നും കുഴപ്പമില്ല. കരയിലിരുന്ന് കപ്പലുണ്ടാക്കിയപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം വന്ന് ഇവരെ